മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നമ്മെ ആനയിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഈ വലിയ കാരുണ്യത്തെ, സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാം. ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ വെളിപ്പെടുത്തലാണ്, ഒരു ഉണർത്തുപാട്ടാണ്. നിദ്രയിലായിരുന്ന നമ്മെ ദൈവത്തിൻ്റെ സ്നേഹം കടന്നു വന്ന് തഴുകി തലോടി നമ്മെ വിളിച്ചുണർത്തി. പ്രിയ മകനെ, പ്രിയ മകളെ, നീ വാ ഈ പുതുദിനത്തിലേക്ക്. നമുക്കൊന്ന് ചേർന്ന് ഈ ദിനം ജീവിക്കാം. നിൻ്റെ ജീവിത വഴികളിൽ എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം, നിൻ്റെ കരം പിടിക്കാം, എന്നോടൊപ്പം ആയിരിക്കാൻ നീ ഒരുക്കമാണോ? ഈ പ്രഭാതത്തിൽ ദൈവത്തിന് എന്നോടും നിങ്ങളോടും ചോദിക്കാനുള്ളത് ഇതാണ്. പ്രിയമുള്ളവരെ, ഇതിന് നീ ഒരുക്കമെങ്കിൽ ദൈവസന്നിധിയിൽ നിൻ്റെ ഹൃദയത്തിൽ ഒരു ആമേൻ, ദൈവമേ എന്ന് പറയാൻ നമുക്ക് സാധിച്ചാൽ ഈ ദിനം അനുഗ്രഹമാകും, തീർച്ചയാണ്. ഈ വലിയ ബോധ്യത്തോടെ നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെല്ലാം ദൈവമായ കർത്താവിലേക്ക് പ്രാർത്ഥനയും നമുക്ക് ഉയർത്താം. പരിശുദ്ധ മറിയമാണ് ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. തീർച്ചയായും അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും ഈ ശുശ്രൂഷ അനേകായിരങ്ങളിലേക്ക് വലിയ അനുഗ്രഹമായ അഭിഷേകമായി കടന്നു ചെല്ലാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും TV സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്ന വചനം കേട്ടും പ്രാർത്ഥിച്ചുമായിരിക്കുന്ന അനേകായിരങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഹോരാത്രം കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത മക്കളെയും അവരുടെ ജീവിത നിയോഗങ്ങളെല്ലാം അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കാനായി പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഒരുങ്ങാം. ഒരുക്കപ്പെട്ട ഹൃദയ നിലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനം വന്നു വീഴുമ്പോഴാണ് ആ വചനത്തിന് 60, 30, 100 മേനി ഫലം നൽകാൻ നമുക്ക് കഴിയുക. വചനങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം അതിനുവേണ്ടി ഒരുക്കപ്പെടാത്തത് മൂലമാണ് വചനത്തിന് നമ്മിൽ ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ പോകുക. ഈ പ്രഭാതത്തിൽ ഈ വലിയ തിരിച്ചറിവോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഒരുങ്ങുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവ്, അങ്ങേ കൂടാതെ, അങ്ങേ സഹായമില്ലാതെ ഒരിക്കലും വചനം കേൾക്കാൻ, വചനം ഗ്രഹിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് അവിടുന്ന് അറിയുന്നല്ലോ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ബുദ്ധിയിലേക്ക്, ഞങ്ങളുടെ ചിന്തയിലേക്കും ഞങ്ങളുടെ വിചാരവികാരങ്ങളിലേക്കെല്ലാം നീ കടന്നു വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവെ, നിൻ്റെ ദൈവിക അഭിഷേകം നീ ഞങ്ങൾക്ക് നൽകണമേ. വചനത്തിനായുള്ള വലിയൊരു ദാഹം കൊണ്ട് പരിശുദ്ധാത്മാവെ നീ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഏകാഗ്രതയോടും ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ വചനം കേൾക്കാൻ, വചനം ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവെ നീ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി അസ്വസ്ഥമായ എല്ലാ ദമ്പതികളെ, കുടുംബങ്ങളെ
പ്രത്യേകം നമുക്ക് പ്രാർത്ഥന യേശു കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പലപ്പോഴും ഇന്ന് പല കുടുംബങ്ങൾ അസ്വസ്ഥമാകുന്നത് വലിയ കാര്യങ്ങളെ പ്രതിയല്ല, കുഞ്ഞു കാര്യങ്ങളെ പ്രതിയാണ്. ചില നിർബന്ധങ്ങളെ പ്രതി, ചില വാശിയെ പ്രതി, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാലാണെന്ന് കുടുംബങ്ങൾ അസ്വസ്ഥമാകുക. ദൈവത്തിൻ്റെ കൃപ വന്ന് നിറയുമ്പോൾ ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ അപ്രത്യക്ഷമാകും. ദൈവത്തിൻ്റെ സ്നേഹമാണ് വലുത് എന്ന ആ വലിയ ഉത്ബോധ്യത്തിൽ നിറയുമ്പോൾ എല്ലാം നിസ്സാരമായി കരുതി സ്നേഹത്തിൽ ജീവിക്കാൻ കഴിയും. അസ്വസ്ഥമായ എല്ലാ കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇതിനെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 54 മുതൽ 59 വരെയുള്ള വചനങ്ങളാണ് കർത്താവ് ഈ ദിനം നമുക്ക് വിചിന്തനത്തിനായി നൽകുന്നത്. പ്രാർത്ഥനയോടെ തിരുവചനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു. അത് സംഭവിക്കുന്നു. കവട നാട്ടിക്കാരെ ഭൂമിയുടെ ആകാശത്തിൻ്റെ ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗൃഹപാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തുട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു പോകുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ തിരുവചനം കേട്ടത്. ഏറെ ചിന്തനീയമായ ഒരു കാര്യമാണ് കർത്താവ് തിരുവചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി നൽകുക. ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിവേചിച്ചറിയാൻ സാധിക്കാത്തത് എന്നാണ് കർത്താവ് പറയുക. ആകാശത്ത് മേഘം ഉയരുന്നത് കാണുമ്പോൾ നമ്മൾ പറയുന്നതേ മഴ വരുന്നു. നമ്മൾ വേണ്ട മുൻകരുതലുകളൊക്കെ എടുക്കും. എന്തെങ്കിലുമൊക്കെ വെയിലത്തുണക്കാനിട്ടിട്ടുണ്ടെങ്കിൽ വസ്ത്രമാകാം, മറ്റെന്തെങ്കിലും സാധനങ്ങളാകാം, മഴ വരാനുള്ള സാധ്യതയെ മനസ്സിലാക്കി നമ്മളതെല്ലാം എടുത്ത് ഭവനത്തിനകത്ത് സുരക്ഷിതമായി കൊണ്ടുപോയി വയ്ക്കും. പ്രിയമുള്ളവരെ, ഇതുപോലെ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കുന്നില്ല എന്നാണ് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മോട് ചോദിക്കുന്നത്. ഈ ലോകത്തിൻ്റെ കാലാവസ്ഥയുടെ ഋതുഭേദങ്ങളെയൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്, വേണ്ടത്ര മുൻകരുതലുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമാണ് കാലാവസ്ഥ വ്യതിയാനം, ആഗോള താപനം. ഇതൊക്കെ വലിയ ചർച്ചയാണ് ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ. അതുപോലെ കാലാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കാൻ വിവിധ ഗവൺമെൻറ്റുകളോട്, ഭരണാധികാരികളോടൊക്കെ ആവശ്യപ്പെടുന്നവരുടെ ഇടയിലൊക്കെ ഇത് വളരെ തീവ്രമായ ഒരു ചർച്ചാ വിഷയമാണ്. കാലാവസ്ഥാ വ്യതിയാനം എന്തുകൊണ്ടുണ്ടാകുന്നു, ആഗോളതാപനം ഉയരുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്, എല്ലാം നമുക്കറിയാം. എല്ലാം നമ്മൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഇതൊക്കെ നിങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളിലൂടെ സംസാരിക്കുന്ന ഒരു ദൈവത്തെ, സൃഷ്ടാവിനെ നിങ്ങൾ തിരിച്ചറിയാത്തത്? നിങ്ങൾക്ക് വ്യക്തമായ സൂചനകൾ കാലഘട്ടത്തിൻ്റെ സംഭവങ്ങളിലൂടെ ദൈവം നൽകിയിട്ടും നിങ്ങൾ അതിനെയൊക്കെ എന്തുകൊണ്ടാണ് നിസ്സാരമായി കണ്ട് അതിനെയൊക്കെ അവഗണിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഈ പോക്ക് അപകടത്തിലേക്കല്ലേ എന്ന് പ്രിയമുള്ളവരെ കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്. ഒരു വലിയ ദുരന്തത്തിന് സാക്ഷികളായി അനേക നാളുകളൊന്നും ആയിട്ടില്ല ഈ കൊച്ചു കേരളം. ഇന്ത്യയുടെ മുഴുവൻ ശ്രദ്ധ ഈ കൊച്ചു കേരളത്തിലേക്ക് കടന്നു വന്ന ഒരു ദുരന്ത ഭൂമിയിലേക്ക്. ഒരുപാട് നന്മകൾ ഈ ദുരന്തത്തിൻ്റെ നടുവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അകമഴിഞ്ഞ് ഹൃദയം തുറന്ന് സംഭാവന ചെയ്യുന്നവർ, സമ്പത്ത്
ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും ഒരു ജീവിതം പടുത്തുയർത്താൻ വേണ്ടി ഹൃദയം തുറന്ന് കൊടുക്കുന്നവർ, ഏറെ ചിന്തിപ്പിക്കുന്ന, ഏറെ പ്രത്യാശ നൽകുന്ന, ഏറെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു നമ്മുടെ ഈ കൊച്ചു കേരളം കണ്ടതൊക്കെ. പ്രിയമുള്ളവരെ, എന്നാൽ ഇതിനിടയിൽ സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. തിരുവചന പുസ്തകത്തിൻ്റെ താളുകളിൽ കർത്താവിനോട് ചിലർ വന്ന് ചോദിച്ചു, സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് ആ മരിച്ചവർ പാപം ചെയ്തതുകൊണ്ടല്ലേ അവർക്ക് അങ്ങനെ സംഭവിച്ചത് എന്ന ചോദ്യമായിട്ട് കർത്താവിനെ സമീപിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, പ്രിയമുള്ളവരെ, അവരുടെ പാപനിമിത്തമാണോ അവർക്കിങ്ങനെ ദുരന്തം ഉണ്ടായത്, അതിലൂടെ കടന്നു പോകേണ്ടി വന്നത്? ഈശോ പറഞ്ഞു, തീർച്ചയായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, അവരുടെ പാപം കൊണ്ടല്ല ഈ ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നത്, മറിച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്ന അനേകരുടെ പാപനിമിത്തമാണ്. പാപത്തിൽ ജീവിക്കുന്ന അനേകർക്കുള്ള മുന്നറിയിപ്പായിട്ടാണ് അവർക്ക് ഈ ദുരന്തത്തിൽ അകപ്പെടേണ്ടി വന്നത്. പ്രിയമുള്ളവരെ, മനസ്സ് തുറന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കൺമുമ്പിൽ എന്ന പോലെ സംഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ചും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരുപക്ഷെ ജീവിക്കുന്നവരായ ഈ ദുരന്തത്തിൽപ്പെടാത്ത ഞാനോ നിങ്ങളൊക്കെ വിചാരിക്കും, നമ്മളൊക്കെ മിടുക്കന്മാരായതുകൊണ്ട്, കേമന്മാരായതുകൊണ്ട്, നമ്മളൊന്ന് തെറ്റ് ചെയ്യാത്തവരായതുകൊണ്ട്, നമ്മളൊക്കെ പുണ്യാത്മാക്കളായതുകൊണ്ട് ദൈവം നമ്മെ കരുതി ചേർത്ത് പിടിച്ചു എന്നൊക്കെയായിരിക്കും നമ്മളും നിങ്ങളും ഒക്കെ ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്നാൽ അങ്ങനെയല്ല. ദൈവം എന്തുകൊണ്ടാണ് ആ മനുഷ്യർക്ക് ഈ ദുരന്തത്തിലൂടെ കടന്നു പോകേണ്ടി വന്നത്? ദൈവം ഈ സംഭവത്തിലൂടെ, ഈ അടയാളത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. എന്താണ് സംസാരിച്ചത്? സംസാരിച്ചാൽ തീരാത്തത്ര കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. മനുഷ്യരായ നമ്മുടെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന കർത്താവ് ജീവിക്കുന്നവരായ ഈ ദുരന്തത്തിൽപ്പെടാത്ത അനേകായിരങ്ങളോട്, ലോകം മുഴുവനോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ കെട്ടിപ്പൊക്കുന്ന ജീവിത സൗധങ്ങൾ, നിങ്ങൾ വാരിക്കൂട്ടുന്ന പണം, അപരനുമായി പങ്കുവെക്കാൻ കൂട്ടാക്കാതെ ഒരുപക്ഷെ അപരനെ ചൂഷണം ചെയ്തും അനീതി പ്രവർത്തിച്ചൊക്കെ നമ്മൾ നാളെയിലേക്ക് വേണ്ടി എന്ന മട്ടിൽ കരുതി വയ്ക്കുന്നതൊക്കെ ഇതുപോലുള്ള ഒരു മലവെള്ളപ്പാച്ചിലിൽ, ഒരു ഉരുൾപൊട്ടലിൽ, ഒരു ഭൂകമ്പത്തിൽ, ഒരു പ്രകൃതിക്ഷോഭത്തിൽ, ഒരു കൊടുങ്കാറ്റിൽ ഒന്നുമല്ലാതായി എല്ലാം നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ. സ്വന്തമായുള്ള നീ ബലമെന്ന് കരുതുന്നതൊക്കെ ഒന്നും ബലമായി നിൻ്റെ കൂടെയില്ല എന്ന് തിരിച്ചറിയാൻ ഒരു രാവു മതി എന്ന് കർത്താവ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന എന്നോടും നിങ്ങളോടും നമ്മോടൊക്കെ പറയുകയാണ്. പ്രിയമുള്ളവർ, ഇതാണ് കാലഘട്ടത്തിൻ്റെ അടയാളമെന്ന് കർത്താവ് വചനത്തിൽ നമ്മോട് പറയുന്നത്. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ വിവേചിച്ചറിഞ്ഞ് വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കാത്തത് എന്തേ എന്നാണ് ഈശോ പ്രിയമുള്ളവരെ ഈ ദുരന്ത മുഖത്ത് നിൽക്കുന്ന നാം ഓരോരുത്തരോടും ചോദിക്കുന്നത്. നാളെ എന്നെയോ നമ്മെയോ ഒക്കെ തേടി വരാനിരിക്കുന്നത് ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങളായിരിക്കാം, ഇതിനേക്കാൾ വലിയ കഷ്ടപ്പാടുകളായിരിക്കാം. നമുക്കാർക്കും ഉറപ്പില്ല. പലരും പറയുന്നു മുല്ലപ്പെരിയാർ പൊട്ടിയേക്കാം. ആർക്കാണ് ഉറപ്പ്? തീർച്ചയായും അത് പൊട്ടിയാൽ 10 ലക്ഷത്തോളം പേർക്ക് ജീവൻ നഷ്ടപ്പെടും എന്നെല്ലാം പലരും മുൻകൂട്ടി പറയുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ ആരും ഗൗരവപ്പെടുന്നില്ല, കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവത്തെ അസ്വസ്ഥമാക്കുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളിലൂടെ സംസാരിക്കുന്ന ദൈവത്തെ കേട്ട് നമ്മുടെ ജീവിതത്തെ വെട്ടിയൊരുക്കാൻ നമുക്ക് കഴിയണം. ഒരുപക്ഷെ ഈ ദുരന്ത മുഖത്ത് നിന്ന് നമ്മളെ ഒരുപക്ഷെ ചിന്തിപ്പിക്കുന്ന, ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ വന്നു. അതിൽ ഏറെ എന്നെ ചിന്തിപ്പിച്ച ഒരു വാർത്ത, ഒരു കുടുംബത്തിലെ 2 പെൺമക്കൾ, മാതാപിതാക്കൾ, അവർക്കൊരു കുഞ്ഞു കൂരയായിരുന്നു. കഠിനാധ്വാനം ചെയ്ത് ആ വീട് പൊളിച്ച് നല്ലൊരു വീട് വെച്ചു, പാൽകാച്ചൽ കർമ്മം നടത്തി. അങ്ങനെ മൂത്ത മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. വിവാഹം നടത്താനിരിക്കുമ്പോഴാണ് ആ ദേശത്ത് വലിയൊരു ഉരുൾപൊട്ടലുണ്ടായത്. ഉരുൾപൊട്ടി ഈ ഭവനത്തെ ഒഴുക്കിയിലെടുത്തു കൊണ്ടുപോയി. ആ മാതാപിതാക്കളെയും മൂത്ത മകളെ, വിവാഹം നിശ്ചയിച്ച ആ മകളെയും കൊണ്ടുപോയി. ഇളയ മകൾ ഒരു ബന്ധുവീട്ടിലായിരുന്നു ആ രാത്രി. അതുകൊണ്ട് അവൾക്ക് ജീവൻ നഷ്ടമായില്ല. കുടുംബത്തിൽ ആകെ അവശേഷിച്ചത് അവൾ മാത്രം. ഈ മകള് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഏവരുടെയും കണ്ണിൽ ഈറനണിയും. അവൾ പറയുകയാണ്, മൂത്ത ചേച്ചിയുടെ
വിവാഹത്തിന് മാതാപിതാക്കൾ 4.5 ലക്ഷം രൂപ ആ ഭവനത്തിൽ കരുതി വച്ചിട്ടുണ്ടായിരുന്നു. 15 പവൻ സ്വർണം അവളെ വിവാഹത്തിന് അണിയിക്കാൻ കരുതി വച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം മലവെള്ളം ഒഴുക്കിക്കൊണ്ടുപോയി, ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തി. നോക്കുക ഒരു കുടുംബത്തിൻ്റെ ചരിത്രം. ഇതുപോലെ അനേകം കുടുംബങ്ങൾക്ക് ഇതുപോലുള്ള കഥകൾ ഉണ്ടാകും തീർച്ചയാണ്. പ്രിയമുള്ളവരെ, ഇതിലൂടെയെല്ലാം ദൈവം മരിച്ചവരോടല്ല സംസാരിക്കുക, ജീവിക്കുന്ന നമ്മളോടാണ് സംസാരിക്കുന്നത്. ജീവിതത്തിൽ ഒന്നിനെയും നീ ബലമായി കാണരുത്, ദൈവത്തെ മാത്രമാണ് നീ ബലമായി കാണേണ്ടത്. ഈ ലോക ജീവിതത്തിൽ ഒന്നും ബലമല്ലാതാകുന്ന ഒരു നിമിഷം, ഒരു ദിവസം ദൈവം മാത്രം നിനക്ക് ബലമായിട്ട് ഉണ്ടാകൂ എന്ന് കരുതി ഒന്നിലും നിൻ്റെ ബലം കണ്ടെത്താതെ ദൈവത്തിൽ മാത്രം ബലം കണ്ടെത്തി, ആശ്രയം കണ്ടെത്തി നീ ജീവിക്കുകയെങ്കിൽ എത്ര വലിയ ദുരന്തത്തിലകപ്പെട്ടാലും നിനക്ക് നഷ്ടധൈര്യനാകേണ്ടി വരില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഇതുകൊണ്ടാണ് കർത്താവ് പറയും, ജീവിതമാകുന്ന വഴിയിൽ വെച്ച് തന്നെ നീ വരാനിരിക്കുന്ന, നേരിടാൻ പോകുന്ന നാളെയെക്കുറിച്ച് നീ ചിന്തിച്ച് തീരുമാനമെടുക്കുക. നിൻ്റെ എതിരാളിയോട്, നിൻ്റെ ശത്രുവിനോട് നീ രമ്യപ്പെടുക, എല്ലാവരോടും സ്നേഹത്തിലും ഐക്യത്തിലുമായിരിക്കുക. ഈ രാത്രി നിന്നെ കർത്താവ് തൻ്റെ പക്കലേക്ക് വിളിക്കില്ല എന്ന് ഉറപ്പോടെ പറയാൻ ആർക്കാണ് ഈ ഭൂമിയിൽ സാധിക്കുക? അതുകൊണ്ട് ഓരോ നിമിഷവും ഓരോ ദിനവും അമൂല്യമെന്ന്, അവസാനത്തേതെന്ന് കരുതി നീ ജീവിച്ചാൽ നിനക്കൊരിക്കലും ദുഃഖനിരാശയ്ക്ക് അടിമപ്പെടേണ്ടി വരില്ല. പ്രിയമുള്ളവരെ, നമുക്ക് തിരിച്ചറിയാം, കാലഘട്ടത്തിൻ്റെ വ്യത്യസ്ത അടയാളങ്ങളിലൂടെ ഇന്നും സംസാരിക്കുന്ന ജീവനുള്ളൊരു ദൈവത്തെ കണ്ടെത്തി ആ ദൈവത്തിൻ്റെ ദുരിതത്തിലേക്ക് ഉയർന്ന് ജീവിക്കാൻ കർത്താവെ കൃപ തരണമേ, കർത്താവെ ജ്ഞാനം പകരണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നല്ല ദൈവമേ, അങ്ങ് ഞങ്ങളുടെ സൃഷ്ടാവാണെന്നും ഞങ്ങളേവരും അവിടുത്തെ സൃഷ്ടികളാണെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ സൃഷ്ടികൾക്ക് ഉചിതമായി ജീവിച്ച് നിൻ്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കരുണയും കൃപയും നൽകണമേ. കർത്താവായ യേശുവേ, ജീവിതത്തിൽ അങ്ങയിലല്ലാതെ സമ്പത്തിലും, കർത്താവെ ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിലും ജോലിയിലും ഞങ്ങളുടെ മണ്ണിലുമൊക്കെ ഞങ്ങൾ ബലം കണ്ടെത്തി ജീവിച്ചിട്ടുണ്ട്. കർത്താവ്, അത് എത്രയോ വലിയ തെറ്റുകളാണ്, തെറ്റായ മനോഭാവങ്ങളാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമേ, അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ ഉറപ്പുള്ള കോട്ട, ഞങ്ങളുടെ സങ്കേതം എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ കർത്താവെ കൃപയാൽ നീ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവാൻ ദൈവമേ, അനുദിന ജീവിത വഴികളിലൂടെ ഞങ്ങൾ മുന്നേറുമ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ് ഉപയോഗിച്ചറിഞ്ഞ് കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെ വ്യാഖ്യാനിച്ചറിഞ്ഞ് വേണ്ടത്ര മുൻകരുതലുകളെടുത്ത് ജീവിക്കുന്ന വിവേകമുള്ള, ജ്ഞാനമുള്ള ദൈവത്തിൻ്റെ മക്കളാകാൻ പരിശുദ്ധാത്മാവേ നീ ഞങ്ങളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. അമ്മേ ദൈവമാതാവേ, ദൈവത്തിൻ്റെ മക്കളായി, പ്രിയപ്പെട്ട മക്കളായി ഞങ്ങൾ ഓരോരുത്തരും ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധരെ, ജീവിത വഴികളിലെന്നും ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ തിരുഹിതത്തെ വിവേചിച്ചറിഞ്ഞ് ആ തിരുഹിതം പൂർത്തിയാക്കുന്നവരാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽമാരാകമാരെ, ദൂതഗണങ്ങളെ, ജീവിത വഴികളിൽ എപ്പോഴും നിങ്ങൾ ഞങ്ങളോടൊപ്പമായിരുന്നു ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം വാങ്ങി നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
ആത്മാവിലെ ചുടുനെടുവീർപ്പുകൾ എല്ലാം ആനന്ദമായെന്നും മാറ്റുന്നവൻ എൻ്റെ അകതാരിലേറും മുറിപ്പാടുകൾ മൃദു സ്നേഹത്താൽ സുഖമാക്കാൻ അണയുന്നവൻ അവൻ കരുണാമയൻ എൻ പരിപാലകൻ എന്നെ അലിവോടെ കാക്കുമെന്നീശോ അവൻ കരുണാമയൻ എൻ പരിപാലകൻ എന്നെ അലിവോടെ കാക്കുമെന്നീശോ ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും മിഴിനീരും മായ്ക്കാൻ അണയുന്നവൻ എൻ വഴിത്താരയിൽ വിങ്ങും പൊരിവേനലിൽ എന്നും സ്നേഹത്തിൻ തണലേകി അണയുന്നവൻ എൻ സഹനങ്ങളിൽ പൊള്ളും തീച്ചൂളയിൽ എന്നും തെളിനീരു നൽകാൻ അണയുന്നവൻ അവൻ മമ നായകൻ എൻ വഴിയായവൻ എന്നെ താഴാതെ താങ്ങുമെന്നീശോ അവൻ മമ നായകൻ എൻ വഴിയായവൻ എന്നെ താഴാതെ താങ്ങുമെന്നീശോ ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും എൻ മിഴിനീരും മായ്ക്കാൻ അണയുന്നവൻ യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ടി വി സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്ന പ്രാർത്ഥിച്ചും വചനം കേട്ടും ആയിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കത്തോലിക്ക തിരുസഭയോട്, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ വാപ്പയോട്, വൈദികരോട്, മെത്രാന്മാരോട്, വിശ്വാസികളോട് എല്ലാവരോടും ചേർന്ന് ആത്മാവിൽ ഒരു മനസ്സോടെ നമ്മുടെ നിയോഗങ്ങളെ, ആവശ്യങ്ങളെല്ലാം ദൈവത്തിലേക്ക് നമുക്ക് ഉയർത്താം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദുഃഖദുരിതങ്ങളിൽ, കഷ്ടപ്പാടുകളിലും രോഗങ്ങളിലും ഒക്കെ ആയിരിക്കും ദൈവത്തിന് അനേകായിരങ്ങളുണ്ട്. അവരെ പ്രാർത്ഥനയിൽ ഈ നിമിഷങ്ങളിൽ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, നിൻ്റെ രക്ഷാകരങ്ങളെ അങ്ങനെ വേദനയ്ക്കിൽ ആയിരിക്കുന്ന മക്കളിലേക്ക് നീട്ടണമേ എന്ന് പ്രത്യേകം ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ചേർന്ന് കർത്താവിൻ്റെ ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ പ്രഭാത വിരുന്ന് ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന വിലയേറിയ പ്രാർത്ഥനകൾക്കും
നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കെല്ലാം യേശുവിൻ്റെ നാമത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുടെയും വിലയേറിയ പ്രാർത്ഥനകളാണ് അനുദിനം കൂടുതൽ പേരിലേക്ക് ഈ ശുശ്രൂഷ കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും നിങ്ങൾ ചൊല്ലുന്ന ജപമാല പ്രാർത്ഥന നൊവേനകളിലൊക്കെ ഈ ശുശ്രൂഷ ഓർക്കണമേ എന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും പ്രേക്ഷിത മക്കൾ മരിയൻ കൂടാരങ്ങളിൽ രാവും പകലും നിങ്ങളേവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ മഹത്വവും തൻ്റെ കരുണയും കരുതലും എല്ലാം നിങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകട്ടെ എന്ന് പ്രത്യേക യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.